അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഒരു ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൽ തൊപ്പിയുടെ കൂട്ടത്തിലുള്ള മമ്മു എന്ന് പറയുന്ന പയ്യന് ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിലവൻ ഞാൻ കുളിസീൻ കാണാറുണ്ട് എന്ന് പറയുന്നു. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ അവതാരക പൊട്ടിച്ചുരിച്ചുകൊണ്ട് ആ പറഞ്ഞതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നു. സ്വയം ഒരു പെണ്ണാണെന്ന് മറന്നുപോയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ഇതിനൊക്കെ ശേഷം ഇതൊരു വലിയ വിവാദമായി മാറിക്കഴിഞ്ഞപ്പോൾ ഒറിജിനൽ വീഡിയോ ചാനലിൽ നിന്ന് റിമൂവ് ആക്കി. അവതാരക ലൈവിൽ വന്ന് കുറെ കരഞ്ഞു പറയുന്നു. ഒരു പോളിംഗ് ആക്കി മാറ്റി, അതായത് മമ്മു ഷുഡ് ബി കിക്ക് ഔട്ട് ഓർ നോട്ട് കിക്ക് എന്നുള്ള രീതിയിൽ. ഇത് തൊപ്പി അപ്പം തന്നെ പറഞ്ഞു ഇതിൽ മെജോറിറ്റി വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ തീരുമാനം എടുക്കുന്നു. പക്ഷെ അപ്പം തന്നെ അതിൽ മെജോറിറ്റി വന്നത് കിക്ക് ആക്കണം, അതായത് പുറത്തോട്ട് അവനെ പറഞ്ഞു വിടണം എന്നുള്ളതായിരുന്നു. പക്ഷെ പബ്ലിക്കിനെ പറ്റിച്ചുകൊണ്ട് തൊപ്പി എന്ത് ചെയ്തു, നോട്ട് കിക്ക് ആക്കിയിട്ട് കുറെ സിമ്പിൾ ആയിട്ടുള്ള പണിഷ്മെന്റ്സും കൊടുത്തിട്ട് അവൻ പറഞ്ഞ കാര്യത്തിന്റെ സീരിയസ്നെസ് ഓർ കോൺസിക്വൻസസ് എന്തൊക്കെയെന്ന് മനസ്സിലാവാത്തോണ്ടാണോ അതോ പൈസ കിട്ടാനൊപ്പം സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണോ ഈ പോളിംഗ് ഡ്രാമ എന്നുള്ളതാണ്. സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും അതല്ല അവിടെ വിഷയം. നിങ്ങൾ ആ പബ്ലിക്കിനെയാണ് പറ്റിച്ചിരിക്കുന്നത്. ഈ പബ്ലിക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു നിലയിലൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞൊരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത പണിഷ്മെന്റ്സും കാര്യങ്ങളും അത് വളരെ കോമഡി ആയിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ലൈവ് സ്ട്രീമിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നു നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ. അപ്പൊ നിങ്ങൾ ഈ 5 വയസ്സായ കുട്ടികൾ, അല്ലെങ്കിൽ പോട്ടെ ഒരു 8 വയസ്സായ കുട്ടികൾ സമൂഹത്തിൽ നല്ല രീതിയിൽ വളരണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള തെറ്റായൊരു ചിന്താഗതിയല്ലേ അവരുടെ മനസ്സിലോട്ട് നിങ്ങൾ കുത്തിവെക്കുന്നത്? എന്തുകൊണ്ടാണ് മമ്മുവിനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അതിന് പോളിംഗ് നടത്തി, അതൊരു നാടകമായിരുന്നു, പബ്ലിക്കിനെ പറ്റിച്ചു. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും അവനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഗ്രൂപ്പാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. അത്യാവശ്യം വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണ്. അതിനുശേഷം വല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് അവന്റെ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് അവനെ പിന്തിരിപ്പിക്കേണ്ടത്. അല്ലാതെ അവന്റെ എക്സസൈസ്, വർക്ക്ഔട്ട് ചെയ്യേ, ജിമ്മിൽ പൊക്കോ, ഡയറ്റ് ചെയ്യേ, മുടി മൊട്ടയടിക്ക്, മറ്റേ ഞാൻ സ്മാർട്ട് ഫോൺ തരില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അവന്റെ മനസ്സിലുള്ള ഈ തെറ്റായ രീതിയിലുള്ള ചിന്താഗതികളൊന്നും മാറാൻ പോകുന്നില്ല. പിന്നെ ഇങ്ങനത്തെ നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകാർക്ക് എന്താണ് ഇതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇനിയെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പേരിലെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച്, റെസ്ട്രിക്ഷൻസ് വെച്ച് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇന്റർവ്യൂസും കാര്യങ്ങളും നടത്താൻ പാടുള്ളൂ എന്ന് പറയുമോ? നമുക്ക് കണ്ടന്റ് അറിയാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.